അല്ലെങ്കിൽ ആ കേസ് എടുക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായി ഉണ്ടായിട്ടുള്ള ബാഹ്യമായ ഇടപെടൽ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി നേരിട്ട് വന്ന് ആ കേസ് ഫ്രെയിം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിയായ നടപടിയാണോ? രാഷ്ട്രീയ പ്രവർത്തകരെ മുഴുവൻ ആക്ഷേപിക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനം ഒരിക്കലും ഒരു സംഘർഷാത്മകമായ രീതിയിൽ പോകാൻ പാടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശയ സംവാദത്തിൻ്റെ വേദിയാകണം. ആശയ സംവാദമായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. CPM അതാണ് സ്വീകരിക്കുന്നത്. ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഞാൻ നേരത്തെ പറയുമ്പോൾ സമൂഹത്തിൻ്റെ വലിച്ചതാണ്. എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വഴിവിട്ട പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട്. എത്രയോ അധികം വിഷയങ്ങൾ. അത് സ്വാഭാവികമായി സംഭവിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ എത്രയോ അധികം നേതാക്കൾ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടക്കാത്ത ഏത് നേതാക്കന്മാരുണ്ട്? CPMൻ്റെ അടിയന്തരാവസ്ഥയ്ക്ക് അതിനുശേഷം എത്രയോ ഈ ജില്ലയിൽ അതും ഈ പ്രസ്ഥാനത്തിന്റെ കൊടി പിടിച്ചതിന്റെ പേരിലല്ലേ? അവരുടെ വീട്ടിലെന്തെങ്കിലും വേറെ ചെയ്തതിന്റെ പേരിലല്ലല്ലോ. CPIM ആയതുകൊണ്ട് മാത്രമാണല്ലോ അടിയന്തരാവസ്ഥയിൽ EMSനെയും ബാക്കിയുള്ള നേതാക്കന്മാരെ മുഴുവൻ കരുത്തുറങ്ങി നടച്ചത്. ഇതും CPIM ആയതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു കേസിലേക്ക് കേരളത്തിന്റെ അന്നത്തെ ഇവിടെ ഒരു സാധാരണ വിഷയമാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒന്നും ഇങ്ങനെ കേസെടുപ്പിക്കാൻ തയ്യാറാവുമോ? ഇല്ലല്ലോ. CPM ആയതുകൊണ്ടും CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കൽത്തുറങ്കിൽ അടയ്ക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തന്നെയാണ് ചെയ്തത്. അങ്ങനെയും ചെയ്യാം. അതാണ് എൻ്റെ വിഷയം. അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം മോശമാണെന്നും രാഷ്ട്രീയ പ്രവർത്തനത്തിന് പാഠമൊന്നുമല്ല. രാഷ്ട്രീയ പ്രവർത്തനം ഒരിക്കലും സംഘർഷാത്മകമാകരുത്. അത്രയേ ഉള്ളൂ അതിനകത്തുള്ള കാര്യം. പൂർത്തീകരിച്ചു. നമ്മുടെ പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രാഞ്ച് തലം മുതൽ ഏറ്റവും കൂടുതൽ ജനാധിപത്യ പ്രക്രിയയുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. CPIMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ജനാധിപത്യ വേദി എന്ന് പറയുന്നതും പാർട്ടി സമ്മേളനങ്ങളും ഞങ്ങൾ കമ്മിറ്റിയാണ്. ഓപ്പണായിട്ട് അഭിപ്രായം പറയാം. അങ്ങനെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 8 LCകളിലായി നടന്നിട്ടുള്ള 198 ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഒരഭിപ്രായ വ്യത്യാസമോ ഒന്നുമില്ലാതെയാണ് 198 അഭിപ്രായ സമ്മേളനങ്ങളും പൂർത്തീകരിക്കപ്പെട്ടത്. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ് ലോക്കൽ സമ്മേളനങ്ങളിൽ വരുന്നത്. ലോക്കൽ സമ്മേളനങ്ങളിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതടക്കമുള്ള ചർച്ചകളടക്കമുള്ള മറുപടി അടക്കമുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചതാണ്. പൂർത്തീകരിക്കുമ്പോൾ സ്വാഭാവികമായി ജനാധിപത്യപരമായി അവരുടെ നേതാക്കന്മാരെ അവരാണ് തീരുമാനിക്കേണ്ടത്. ഒരു നിർദ്ദേശം കൊടുക്കാൻ മാത്രമേ പാർട്ടിയുടെ നിലവിലുള്ള ഔദ്യോഗിക നേതൃത്വത്തിന് കഴിയൂ. ആ നിർദ്ദേശം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പലതരത്തിലും പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും. അത് പാർട്ടി നേതൃത്വമടക്കം പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. അങ്ങനെ ശ്രമിച്ചിട്ടും അന്നത് പരിഹരിക്കാൻ കഴിയാതെ വന്നതുകൊണ്ടും സമയമേറെ ആയതുകൊണ്ട് ആ സമ്മേളനം കുറച്ചുകൂടി മാറ്റിവെച്ചു. കഴിഞ്ഞ ദിവസം പാർട്ടി ജില്ലാ നേതൃത്വവും ഏരിയ നേതൃത്വവും ലോക്കൽ നേതൃത്വവും അതിനെ സംബന്ധിച്ച് ഗൗരവമായി ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനങ്ങളെടുത്ത് ഇന്നലെ ലോക്കൽ സമ്മേളന യോഗം ചേർന്ന് ഐക്യകണ്ഠേന പാർട്ടിയുടെ ലോക്കൽ സമ്മേളനത്തിലെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ 17 പേരെയും ഏരിയ സമ്മേളന പ്രതികളായിട്ടുള്ള 19 പേരെയും തിരഞ്ഞെടുത്തു. മറ്റൊരു അലോരസവും ഉണ്ടായിട്ടില്ല. അത് പാർട്ടിയുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. ഇന്ത്യയിലൊന്നും ഒരു പാർട്ടിക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവിടെ എല്ലാം പോസ്റ്റ് ചെയ്യപ്പെടുന്ന പാർട്ടിയല്ലേ. അങ്ങനൊരു വ്യവസ്ഥയില്ലല്ലോ CPIMനകത്ത്. ഇല്ല, മത്സരിക്കാൻ വന്നതല്ല. ഒരു മത്സരം ഉണ്ടാകുമ്പോൾ സ്വാഭാവികവും പാർട്ടിക്കുണ്ടാകുന്ന മുറിവ്, ആ മുറിവ് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മത്സരം ഒഴിവാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തണമെന്ന് പാർട്ടി പറയുന്നുണ്ട്. അല്ല, അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ മത്സരിക്കാൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മത്സരിക്കും. നമ്മളൊരിക്കലും മത്സരിക്കാൻ പാടില്ലെന്നോ മത്സരിക്കുന്നവരെ പുറത്താക്കുമെന്നോ പറഞ്ഞിട്ടില്ല. മത്സരിക്കുന്നതിന് യാതൊരു തടസ്സമില്ല. അല്ല, അങ്ങനെ ഇപ്പോൾ ആളുകളെ നോമിനേഷൻ കൊടുത്ത് മത്സരിപ്പിക്കുന്ന പാർട്ടിയല്ല. ഇപ്പം നമ്മൾ മത്സരിക്കുമ്പോൾ പ്രസ് ക്ലബ്ബിൽ ഒരു മത്സരം നടക്കുകയാണ്. അവിടെ ഒരു മത്സരം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും പറയും, എന്തിനാണ് നമ്മളൊന്ന് മത്സരിക്കുന്നത്, നമ്മളൊരു സുഹൃത്തുക്കളല്ലേ, നമ്മളൊരു പാർട്ടിയല്ലേ എന്നുള്ള ചില സാമം ധരണം എല്ലാം ഒന്ന് നോക്കും. നോക്കിയിട്ട് അവസാനം വീണ്ടും മത്സരിക്കാൻ തീരുമാനിച്ചാൽ മത്സരിക്കും. മത്സരിക്കാൻ അനുവദിക്കാത്തതല്ലേ ഞാൻ പറഞ്ഞത്. മത്സരത്തിന് എതിരില്ല. CPIMന്റെ ഭരണഘടനാപരമായി അതിനകത്ത് പറയുന്നത് ഒരു കേന്ദ്രീകൃത ജനാധിപത്യമാണ് CPIMനുള്ളത്. വ്യക്തി ഘടകത്തിനും ഘടകം മേൽഘടകത്തിനും കീഴ്പ്പെട്ട് തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷേ അവരുടെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ആ ഘടകത്തിനും ആ സഖാക്കൾക്കുമാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും പാർട്ടി നേതൃത്വത്തിന് കുറച്ചുകൂടി അനുഭവജ്ഞാനം ഉണ്ടായതുകൊണ്ട് പരമാവധി മത്സരം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. ആ ശ്രമം പരാജയപ്പെട്ടാൽ മത്സരിക്കുക തന്നെ ചെയ്യും. അതിനകത്ത് തർക്കം എന്തുവാ? എത്രയോ പ്രാവശ്യം ഇവിടെ കൊട്ടാരക്കരയിൽ ഇരിക്കുന്ന പല നേതാക്കന്മാരും ഒരു ഘട്ടത്തിൽ മത്സരിച്ച് ജയിച്ചു വന്നവരുണ്ട്. അവരെല്ലാം ഇപ്പോഴും ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണല്ലോ. ഏരിയ സെക്രട്ടറി ആയിട്ട് പോലും അങ്ങനെ ജയിച്ചു വന്നവരുണ്ടല്ലോ. ഞാൻ വ്യക്തമായതല്ലെങ്കിലും. അപ്പം അതൊന്നും ഈ പാർട്ടിക്ക് അതൊരു ഘടകമല്ല. ജനാധിപത്യം മത്സരം ഉണ്ടാവണമെന്നാണോ ആഗ്രഹം? മാതൃഭൂമിക്ക് മത്സരിക്കാൻ വേണ്ടിയുള്ള പണി ചെയ്യുന്നത് അതിന് കുഴപ്പമില്ല.
ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മത്സരിക്കല്ല, യുനാനിമസായി എല്ലാവരുടെയും അഭിപ്രായത്തോടു കൂടി എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സ്വീകരിച്ച് മത്സരമില്ലാതെ വളരെ ശബ്ദത്തിൽ പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. 165 പേര്.